കൂട്ടുകാരെ, ഇത് നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായ ഒരു പച്ചക്കറിയാണേ. അതിൻ്റെ ഏറ്റവും മൂപ്പ് കുറഞ്ഞ രൂപമാണ് മുരിങ്ങക്കായയാണ്. മുരിങ്ങക്കായ ഇതേ ഫോമിൽ കിട്ടിയാൽ നിങ്ങൾ തോരനുണ്ടാക്കണം കേട്ടോ. ഭയങ്കര സ്വാദാണേ. ഞാനിത് കിട്ടിയപ്പോൾ ആദ്യം ആലോചിച്ചത് തോരനുണ്ടാക്കാമെന്നാണ്. മുരിങ്ങക്കായ നമ്മുടെ ശരീരത്തിന് ഭയങ്കര ഗുണം ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ്. ഈ മുരിങ്ങക്കായയിൽ ഒരുപാട് വൈറ്റമിൻ സി ഉണ്ട്, കാൽഷ്യം ഉണ്ട്. പിന്നെ ഇത് ബോണിന് ഭയങ്കര ഹെൽപ്പ് ചെയ്യും. പിന്നെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പനിക്കും ജലദോഷത്തിനൊക്കെ എതിരെ പ്രവർത്തിക്കും. എന്നുവെച്ചാൽ ഇമ്മ്യൂണിറ്റി കൂട്ടുവാണല്ലോ. പിന്നെ ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ് മുരിങ്ങക്കായ. ദഹനത്തിന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അവിടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. സ്കിന്നിന് നല്ലതാണ്. നല്ല ഗ്ലോയിങ് സ്കിന്നുണ്ടാവും. ഞാൻ ഈ മുരിങ്ങക്കായ വെച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കിയായിരുന്നു. നിങ്ങളതൊക്കെ കണ്ടിരുന്നോ? പിന്നെ ഞാൻ മുരിങ്ങയില തോരൻ ഉണ്ടാക്കിയിരുന്നു. നിങ്ങൾ എൻ്റെ അതൊക്കെ എടുത്ത് കാണണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ ഈ മുരിങ്ങക്കായ ചെറിയ ചെറിയ പീസസ് ആക്കി മുറിച്ച് സവാളയും വെളുത്തുള്ളിയും ഈ മുരിങ്ങക്കായും കൂടി ഓയിലിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നെ മുരിങ്ങക്കായ കുറച്ചൊരു കട്ടിയുള്ളത് കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് വേവണമല്ലോ. ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം തുറന്ന് നോക്കുക. അടി പിടിക്കാതെ നോക്കണം. ഓയിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അത് നന്നായി ഒന്ന് വെന്ത് വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്യുക. അത് നന്നായി യോജിപ്പിച്ച് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ആ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ആവശ്യമുള്ളൂ. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്ത് വിടുക. കണ്ടില്ലേ? താങ്ക് യു.